ഗുരുവായൂർ ജയപതാകയിൽ നിന്ന് 2026 വൃന്ദാവന തീർത്ഥയാത്ര ഏപ്രിൽ 1 പോകുന്നത്. ഈ യാത്രയിലും പതിവ് പോലെ 2 പേർക്ക് സൗജന്യമായി പോകാനുള്ള അവസരമുണ്ട്. അതിനായുള്ള നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. നമ്മുടെ ഏപ്രിൽ 1 2026 ഏപ്രിൽ 1 പോകുന്ന വൃന്ദാവന യാത്രയിൽ നമ്മളെല്ലാ യാത്രയിലും 2 പേരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 പേരെയാണ് നമ്മളങ്ങനെ കൊണ്ടുപോകാറ്. അപ്പോൾ അതിനുള്ള ഒരു നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളാണുള്ളത്. ഇതിൽ നിന്ന് 4 എണ്ണം എടുത്ത് ഓരോ പ്രാവശ്യം എഴുതുന്ന ആ നമ്പർ എന്താണോ കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്നതാണ് വിന്നർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതാണ് എടുക്കുക. അങ്ങനെ 2 പേരെ എടുക്കും. അവർ ലൈവിൽ തന്നെ വിളിച്ചിട്ട് അവർ വരാൻ തയ്യാറാണെന്നാണ് ഫ്രീ ആയിട്ട് അവരെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഇത്ര നാളായിട്ട് നമ്മൾ 3 കൊല്ലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണിത്. ഓരോ യാത്രയിലുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് നമാവിജൻ എടുത്തോളൂ. ഒന്നാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 1 എഴുതിയിരുന്നുണ്ട്. 1. ഇനി അടുത്തത് മാതാജി വരൂ, ഒരെണ്ണെടുക്കൂ. ആ ഭാഗ്യശാലി ആരെന്ന് നോക്കാമല്ലോ നമുക്ക്. തുറന്നിട്ട് പറയൂ, നമ്പർ പറയൂ. 2 1 2 5 5 1 2 5 യാത്രയുടെ നറുക്കെടുപ്പാണ് നടക്കുന്നത്. 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ 1251 ആണ് കിട്ടിയിട്ടുള്ളത്. അതാരാണെന്ന് നോക്കാം നമുക്ക്. ഭാഗ്യലക്ഷ്മി കൊടകര. അപ്പോൾ നമുക്ക് അവർ വിളിച്ചു നോക്കാം. നറുക്കെടുപ്പിലൂടെ ആദ്യമായിട്ട് ഭാഗ്യം ലഭിച്ചത് ഭാഗ്യലക്ഷ്മി കൊടകരയ്ക്കായിരുന്നു. പക്ഷെ അവരെ കോൾ ചെയ്തിട്ട് കിട്ടിയില്ല, നമ്പർ നിലവിലില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അടുത്തത് ആരാണെന്ന് വീണ്ടും നറുക്കെടുക്കാൻ പോവുകയാണ്. കണ്ണൻ്റെയും രാധാറാണിയുടെയും വൃന്ദാവനത്തിലേക്ക് സൗജന്യ യാത്ര ചെയ്യാൻ സാധിക്കുന്നവർ അവരത്രമാത്രം അവരുടെ അനുഗ്രഹം ലഭിച്ചവരായിരിക്കും അല്ലേ. കഴിഞ്ഞ വർഷം വൃന്ദാവന തീർത്ഥയാത്രയിൽ ഞാനും ഉണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നറുക്കെടുപ്പിലെ ഭാഗ്യം വന്നിട്ടുള്ളത് താര കൊട്ടാരക്കരയാണ്. അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പോകാനായിട്ട് ഓക്കെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാളായി. ഇനി ഒരാളെ കൂടി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. തത്സമയം കടയിൽ വരുന്നവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നറുക്കെടുക്കുന്നത്. രണ്ടാമതായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് തേജസ് ചിറ്റാട്ടുകരയാണ്. 2 പേർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം വേണ്ടുവോളം ലഭിച്ചിട്ടാണല്ലോ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെ തീർത്ഥയാത്രയും വളരെ മനോഹരമായി പോയി. എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ പ്രഭു ഞങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾക്ക് അതുകൊണ്ടാണ് വൃന്ദാവനം കാണേണ്ടതെന്ന്. അവിടെ പറഞ്ഞു തരുന്ന കഥകൾ കേട്ടുകൊണ്ടായിരിക്കണം വൃന്ദാവനത്തിലെ ഓരോ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും നമ്മൾ കാണേണ്ടത്. അങ്ങനെ അല്ലാതെ ആ പുണ്യഭൂമിയെ നമുക്ക് കാണാൻ സാധിക്കില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലായി. അപ്പോൾ നമ്മുടെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തവണ വൃന്ദാവന തീർത്ഥയാത്ര പോകുന്ന എല്ലാവർക്കും ഓരോ ദർശനങ്ങളും പുണ്യദർശനമായി മാറട്ടെ. ഹരേ കൃഷ്ണ. ശ്രീരാധേ രാധേ.